ഞാൻ SNDP സംരക്ഷണ സമിതിയുടെ ചെയർമാനാണ്. ഈ സംരക്ഷണ സമിതിയുടെ യോഗങ്ങൾ ഇന്ന് കേരളത്തിലെമ്പാടും എല്ലാ യൂണിയനുകളിലും നടന്നു വരികയാണ്. SNDP സംരക്ഷണ സമിതി ലക്ഷ്യം വയ്ക്കുന്നത് SNDP യോഗം എന്ന മഹാപ്രസ്ഥാനം ഗുരുദേവൻ്റെ തൃക്കൈകളാൽ സ്ഥാപിതമായ SNDP യോഗത്തെ ഗുരുവിലേക്കും ഗുരുദർശനത്തിലേക്കും തിരികെ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനാ സംവിധാനമാണ് SNDP സംരക്ഷണ സമിതി. SNDP യോഗത്തെ ഗുരുവിലേക്കും ഗുരുദർശനത്തിലേക്കും എത്തിക്കുക എന്നുള്ളതും SNDP യോഗത്തിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ SNDP സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന നിരവധി നിയമ പോരാട്ടങ്ങളുടെ ഏതാണ്ട് സമാപ്തിയിലേക്ക് എത്തുകയാണ്. എല്ലാവർക്കും SNDP യോഗത്തിലെ എല്ലാ അംഗങ്ങൾക്കും വോട്ടവകാശം നൽകിക്കൊണ്ട് അതിൻ്റെ ഭാരവാഹികളെയും ബോർഡ് മെമ്പർമാരെയും തിരഞ്ഞെടുക്കുക എന്ന ഞങ്ങൾ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതി 2022 അനുവദിച്ചതിന് ശേഷവും ആ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നതിന് ശേഷം നാളിതുവരെയായും SNDP യോഗത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തുവാൻ നിലവിലെ ഭാരവാഹികൾ തയ്യാറാകുന്നില്ല. 2015 തിരഞ്ഞെടുപ്പ് നടന്ന SNDP യോഗത്തിൻ്റെ ഭരണകാലാവധി സാങ്കേതികമായി 2020 അവസാനിക്കുകയാണ്. നിയമപരമായും 2020 അവസാനിക്കുകയാണ്. എന്നാൽ കാലാവധി കഴിഞ്ഞ ഈ ഭരണസമിതി വീണ്ടും 4 വർഷം കൂടി നിയമവിരുദ്ധമായി തുടരുന്നു. അതോടൊപ്പം തന്നെ SNDP യോഗത്തിൽ നിയമപരമായ രീതിയിൽ അതിൻ്റെ വാർഷിക സ്റ്റേറ്റ്മെൻറ്റും കണക്കും രജിസ്ട്രാർക്ക് സമർപ്പിക്കാതിരിക്കുകയും ഈ SNDP യോഗം ഭാരവാഹികൾക്ക് നിയമപരമായി ഡയറക്ടർമാർക്ക് ഉണ്ടാകേണ്ട DIN നമ്പർ എടുക്കാതെയും അവർ ഭരണം നടത്തുന്നതും ഭരണത്തിൽ തുടരുന്നതും നിയമവിരുദ്ധമാണെന്നും അവരെ അയോഗ്യരാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് SNDP സംരക്ഷണ സമിതിക്ക് വേണ്ടി ഞാനും അതോടൊപ്പം തന്നെ ആരാധ്യനായ സാനു മാസ്റ്ററും 2 ഹർജികൾ ഹൈക്കോടതി കൊടുക്കുകയും ഹൈക്കോടതി ഹർജികൾ വാദം പൂർത്തിയാക്കി ഈ സമയത്ത് SNDP യോഗത്തിന് തിരഞ്ഞെടുപ്പ് നടത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് SNDP യോഗത്തിൻ്റെ ഭാരവാഹികൾക്ക് വേണ്ടി അവരുടെ അഭിഭാഷകൻ കോടതിയിൽ പല പ്രാവശ്യവും പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയെങ്കിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഞങ്ങളോട് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, തിരഞ്ഞെടുപ്പ് സുതാര്യമായും അതിന് എല്ലാവരുടെയും തിരിച്ചറിയ രേഖയോടുകൂടി നിയമപരമായി നടത്തുന്നതിന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് കടക്കുന്നതിൻ്റെ ആദ്യപടിയായി SNDP യോഗത്തിൻ്റെ അംഗത്വ രജിസ്റ്റർ പൂർത്തിയാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ. ഞങ്ങൾ കോടതിയോട് പറഞ്ഞത് SNDP യോഗത്തിൽ നിയമപരമായ ഒരു അംഗത്വ രജിസ്റ്റർ ഇതുവരെയും സൂക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ SNDP യോഗത്തിൻ്റെ ഭാരവാഹികൾ പറഞ്ഞത് നിയമപരമായ അംഗത്വം സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. സൂക്ഷിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് വരുന്ന 2-3 ആഴ്ചയ്ക്കുള്ളിൽ അറിയാൻ കഴിയും. കാരണം തിരിച്ചറിയൽ കാർഡ് വെച്ചുകൊണ്ട് ഓരോ അംഗങ്ങളുടെയും അവരുടെ തിരിച്ചറിയൽ കാർഡ് ശാഖകൾ വഴി നൽകി തിരിച്ചറിയൽ കാർഡിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ശാഖയിൽ നിന്നും SNDP യോഗത്തിൽ ആയിരിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് ക്രോഡീകരിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് നൽകുവാൻ SNDP യോഗത്തെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ഹൈക്കോടതി. പ്രക്രിയ നാളിതുവരെയായും കൃത്യമായി പൂർത്തീകരിക്കുവാൻ ഈ SNDP യോഗത്തിൻ്റെ ഭാരവാഹികൾ പൂർണ്ണമായും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അവിടെ വളരെ ഗുരുതരമായൊരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് SNDP യോഗത്തിലെ 1996 വെള്ളാപ്പള്ളി നടേശൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരാൾക്ക് പോലും 96 ശേഷം ഒരാൾ പോലും SNDP യോഗത്തിൽ നിയമപരമായി അംഗത്വം കൊടുത്തിട്ടില്ല എന്നുള്ള അതീവ ഗുരുതരമായൊരു വസ്തുത പുറത്തു വരാൻ പോവുകയാണ്. SNDP യോഗത്തിലെ അംഗത്വം എടുക്കുമ്പോൾ അംഗങ്ങൾക്ക് ഉണ്ടാകേണ്ട അവരുടെ പൂർണ്ണ മേൽവിലാസം വേണം, ഐഡൻറ്റിറ്റി കാർഡ് വേണം, അവരുടെ രസീത് എഴുതണം, അവർ അംഗത്വ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഇതൊന്നും SNDP യോഗത്തിൽ നടന്നിട്ടില്ല. അതീവ ഗുരുതരമായൊരു പ്രശ്നത്തിലേക്ക് SNDP യോഗം കടന്നു പോകാൻ പോകുന്നു. അതോടൊപ്പം തന്നെ SNDP യോഗം എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ ഹെഡ് ഓഫീസ് ആസ്ഥാന മന്ദിരം മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിനെ തുടർന്ന് അത് ജപ്തിയിലായിരിക്കുന്നു. SNDP യോഗത്തിലെ അംഗങ്ങൾക്ക് 3% പലിശയ്ക്ക് കോടിക്കണക്കിന് രൂപ, ഞങ്ങളുടെ അറിവിൽ ഏതാണ്ട് 500 കോടിയോളം രൂപ ഇന്ന് SNDP യോഗത്തിലെ അംഗങ്ങൾക്ക് 3% വായ്പ ഇനത്തിൽ പിന്നോക്ക സമുദായ വികസന കോർപ്പറേഷനിൽ നിന്ന് കിട്ടേണ്ടതാണ്. കിട്ടാനുള്ള അർഹത
SNDP യോഗത്തിന് ഇല്ലാതായത്, അത് SNDP യോഗത്തെ കരിമ്പട്ടിയിൽപ്പെടുത്തിയത് SNDP യോഗം നടത്തിയ ഏറ്റവും ഗുരുതരമായ തട്ടിപ്പ് മൈക്രോ ഫിനാൻസ് നടത്തിയതിൻ്റെ ഫലമായിട്ട് അത് SNDP യോഗം കരിമ്പട്ടിയിൽപ്പെട്ടിരിക്കുന്നു. യോഗത്തിൻ്റെ ആസ്ഥാന മന്ദിരം ജപ്തി ചെയ്യപ്പെട്ടിരിക്കുന്നു. SNDP യോഗത്തിൽ കൃത്യമായ ഒരു അംഗത്വ രജിസ്റ്റർ ഇല്ല. SNDP യോഗത്തിൻ്റെ ഭാരവാഹികളോട് എത്ര ശാഖയിലെ ഒരു ശാഖയിലെയും ലിസ്റ്റ്, ശാഖാ ഭാരവാഹികൾ ആരൊക്കെയാണെന്നുള്ള ലിസ്റ്റ് SNDP യോഗത്തിൽ ഇല്ല. അതീവ ഗുരുതരമാണ് SNDP യോഗത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ. SNDP യോഗത്തിൻ്റെ ഇന്നത്തെ ഭരണം, അവിടെ എവിടെയെങ്കിലും നിയമനം ഉണ്ടെങ്കിൽ ആ നിയമനം നടത്തുക എന്നുള്ളതും അവിടെ നിന്നും സാമ്പത്തികം എങ്ങനെ അടിച്ചുമാറ്റാം എന്നുള്ളതിനെ പറ്റി ഗവേഷണം നടത്തുന്ന ഒരു സ്ഥാപനമായി SNDP യോഗം മാറിയിരിക്കുന്നു. ഇപ്പോൾ മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന ബാങ്കിൽ നിന്ന് എടുത്തു കൊടുക്കുന്നതിൽ വലിയ തട്ടിപ്പാണ് നടക്കുന്നത്. 1 ലക്ഷം രൂപ ഒരു അംഗത്തിന് വായ്പ കിട്ടണമെങ്കിൽ SNDP യോഗത്തിൻ്റെ ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ വേണമെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് കുട്ടനാട് യൂണിയനിൽ 1200 രൂപ കോഴ കൊടുക്കണം. അതോടൊപ്പം തന്നെ മറ്റ് വൈക്കം യൂണിയനിലാണെങ്കിൽ 1500 രൂപ കൊടുക്കണം. അതായത് 8 കോടി രൂപ ഇപ്പോൾ മൈക്രോ ഫിനാൻസിൻ്റെ പേരിൽ ഈ വൈക്കം കുട്ടനാട് യൂണിയനിൽ വിതരണം ചെയ്യാൻ പോകുന്നു. ആ 8 കോടി രൂപ ബാങ്കുകളാണ് കൊടുക്കുന്നത്. ആ ബാങ്കുകൾ വിതരണം ചെയ്യുമ്പോൾ പാവപ്പെട്ട അംഗങ്ങൾ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, ആ പട്ടിണി പാവങ്ങൾ, അവൻ വായ്പ എടുക്കുന്നത്, പലിശ കൊടുത്ത് വായ്പ എടുക്കുക, 10% ആണ് പലിശ. അവൻ 1 ലക്ഷം രൂപ വേണമെങ്കിൽ 1200 രൂപ കോഴ കൊടുക്കണം. ആർക്ക്? SNDP യൂണിയൻ്റെ ഭാരവാഹികൾക്ക്. എന്നിട്ട് പറയാം ഞങ്ങൾ മൈക്രോ ഫിനാൻസ് കൊടുക്കുന്നു. മഹാതട്ടിപ്പാണത്, വൻ തട്ടിപ്പാണ് നടക്കുന്നത്. ആ തട്ടിപ്പിനെ ഇനി കൊണ്ടുപോകുവാൻ കഴിയില്ല. ആ കാര്യങ്ങളൊക്കെ ഈ സമുദായ അംഗങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുവാൻ ഉള്ള വേദിയാണ് SNDP സംരക്ഷണ സമിതി ഏറ്റെടുത്തിരിക്കുന്നത്. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയാം. ഈ എല്ലാ മാസവും ഞങ്ങൾ ഇന്ന് അറിഞ്ഞൊരു വിവരം, എല്ലാ മാസവും SNDP യൂണിയൻ ഭാരവാഹികളെ വിളിച്ച്, യൂണിയൻ ഭാരവാഹികൾ ശാഖാ ഭാരവാഹികളെ വിളിച്ചു കൂട്ടിയിട്ട് പറയും, വെള്ളാപ്പള്ളി നടേശൻ വന്നതിന് ശേഷം ഇത്ര സ്ഥാപനം ഉണ്ടായി, ഇത്ര സ്ഥാപനം ഉണ്ടായി, ഇത്രയും സ്ഥാപനം ഉണ്ടായി. ഒരു സ്ഥാപനം ഉണ്ടായിട്ടില്ല. SNDP യോഗത്തിൻ്റെ ആസ്ഥാന മന്ദിരം ജപ്തിയിലായ സ്ഥിതി അല്ലാതെ SNDP യോഗത്തിൻ്റെ പേരിൽ 1 രൂപയുടെ ഒരു സ്ഥാപനം പോലും ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. SNDP യോഗത്തിൻ്റെ പേരിൽ ബാങ്ക് ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന വെള്ളാപ്പള്ളി നടേശൻ പറയട്ടെ, എവിടെയാണ് ബാങ്ക് തുടങ്ങിയത്? SNDP യോഗത്തിൻ്റെ പേരിൽ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കുമെന്ന് പ്രമുഖ സ്റ്റേറ്റിലെ തന്നെ പ്രമുഖ പ്രവർത്തകനായ ശ്രീ KT രാജപ്പൻ അവരുടെ ആദരവ്. നമ്മുടെ നടപടി ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഗുരുസ്മരണം. സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി സംരക്ഷണ സമിതിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള KT രാജപ്പൻ അവരുടെ ക്ഷണിച്ചുള്ളൂ. ബഹുമാന്യനായ യോഗാധ്യക്ഷൻ ശ്രീ രാജൻ സാർ അവരുടെ, നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യുവാനെത്തിയിരിക്കുന്ന സംസ്ഥാന ചെയർമാൻ ഡോക്ടർ ചന്ദ്രസേൻ അവരുടെ, യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന വർക്കിംഗ് ചെയർമാൻ കൂടിയായ ശ്രീ PS രാജീവ് അവരുടെ, ഇതിൻ്റെ സംഘാടക സമിതി നേതാക്കന്മാരായ ശ്രീ റാം, ശ്രീ ദിലീപ് കുമാർ, ശ്രീ പുഷ്കരൻ, അതോടൊപ്പം തന്നെ സംരക്ഷണ സമിതിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായ ശ്രീ ഷാജി, പ്രിയമുള്ള ശ്രീനാരായണ വിശ്വാസികളെ, SNDP യോഗത്തിൻ്റെ ഒരു പുതു ചരിത്രം തിരുത്തി കുറിക്കുവാൻ ഒറ്റയാൻ പട്ടാളമായി തുടങ്ങി ഇന്ന് സംസ്ഥാനത്താകമാനം പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന സംരക്ഷണ സമിതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെയും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇങ്ങനെയൊരു
ഈ യോഗം വിളിച്ചുകൂട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ചും നമുക്കൊക്കെ അറിയാം, SNDP യോഗത്തിൽ ഇന്ന് നടക്കുന്ന അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും കൂത്തരങ്ങായി മാറിയിരിക്കുന്ന ഈ ഒരു സംഘടന അതിന് പാരലാൻ ശ്രമിക്കാതെ ഒരു പ്രത്യേക സംവിധാനമായി പ്രത്യേക തുരുത്തായി നിന്നുകൊണ്ട് SNDP യോഗത്തിൽ നടക്കുന്ന അഴിമതികൾക്കെതിരെ, അനീതിക്കെതിരെ, സ്വജനപക്ഷപാതത്തിനെതിരെ പടപൊരുതുകയാണ് ഈ സംഘടനയുടെ ലക്ഷ്യം. പ്രത്യേകിച്ചും ഞാൻ ചെറിയൊരു കാര്യം പറയാൻ തുടങ്ങുന്നത്, 10-12 വർഷക്കാലം മറ്റൊരു വിമതപക്ഷവുമായി ഈ അമ്പലപ്പുഴ താലൂക്കിലുടനീളം പ്രവർത്തിച്ച് ആ പ്രവർത്തനത്തിൽ നാട്ടിലെ ജനങ്ങൾ ഒരു മാറ്റമുണ്ടാകും എന്ന് കരുതി അതിനോടൊപ്പം അണിചേർന്ന ഒരു പറ്റം ആളുകൾ, ഒരു വലിയൊരു സമൂഹം, നേതാക്കന്മാർ, ഇവിടുത്തെ 241 അല്ലെങ്കിൽ തൊട്ടടുത്ത ശാഖായങ്ങളുടെ നേതാക്കന്മാർക്ക് ഒരുപക്ഷെ അതിന്റെ അറിയിപ്പ് കൊണ്ടിട്ട് പരമാവധി ആളുകളെ നിരുത്സാഹപ്പെടുത്തുക എന്ന കാര്യത്തിൽ തന്നെ അതിവിടെ നടക്കുകയും ചെയ്തു എന്നാണ് എനിക്കറിയുവാൻ കഴിഞ്ഞത്. നമുക്കറിയാം, പ്രത്യേകിച്ചും ആലപ്പുഴ ജില്ലയിൽ ഇതിന്റെ സംവിധാനം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഉണ്ടായതിനു ശേഷം അമ്പലപ്പുഴ യൂണിയന്റെ മേഖല കേന്ദ്രീകരിച്ച അത്യാവശ്യം കുറച്ച് ശാഖായങ്ങളെ മാത്രം ബന്ധപ്പെടുത്തിയാണ് നമ്മുടെ ഈ യോഗം വിളിച്ചിരിക്കുന്നത്. പക്ഷേ എങ്കിലും ഇവിടെ അവരെടുത്ത, പ്രത്യേകിച്ചും ശ്രീ ദിലീപ് സാറും ശ്രീ റാമും ഒക്കെ എടുത്ത ആ ഒരു ഇതിന്റെ ആ പ്രവർത്തനത്തിൽ അവരുടെ കഴിവുകൊണ്ട് ഇത്രയും ആളുകളെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ചും അവരെ ഞാൻ ഈ വേളയിൽ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പ്രവർത്തനത്തിൽ പങ്കാളികളാകുന്ന നിങ്ങൾക്കാരാക്കുകയാണ്. മറിച്ച് അത്തരം സംവിധാനം കൊണ്ട് വനിതകൾക്ക് സ്വാശ്രയപരമായ എന്തെങ്കിലും തൊഴിലുകൾ നൽകുന്നതിനോ യുവാക്കൾക്ക് എന്തെങ്കിലും തൊഴിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് ചിന്തിക്കുവാനോ ഈ നേതൃത്വം തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരായ ആളുകൾ SNDP എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിൽ നിന്ന് അകന്നു പോകുന്നു. ഇത്തരം കാര്യങ്ങൾക്ക് കർമ്മ പരിപാടികൾ ഉൾപ്പെടെ ആലോചിച്ച് ഉറപ്പിച്ചുകൊണ്ടാണ് മറ്റാരുമില്ലാതിരുന്ന സമയത്ത് ഏകനായി പടപൊരുതി എന്നൊരു മഹത്തായ പ്രസ്ഥാനമായി പടർന്നു പന്തലിച്ച ഈ പ്രസ്ഥാനത്തിന്റെ നെടുന്തൂണായ ശ്രീ അഡ്വക്കേറ്റ് ചന്ദ്രസേനനെ ഈ യോഗത്തിലേക്ക് സവിനയം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്, റിട്ടയർഡ് തഹസിൽദാരാണ് ശ്രീ PS രാജീവ്. ഈ പ്രവർത്തനങ്ങൾക്കാകമാനം, പ്രത്യേകിച്ചും വെള്ളാപ്പള്ളി നടേശന്റെ തട്ടകത്തിൽ പലരും ഞങ്ങൾ ഇന്നലെ പങ്കെടുത്തൊരു യോഗത്തിൽ പോലും ചില ആളുകൾ പറഞ്ഞ് ഞങ്ങൾ പ്രതികരിക്കുവാൻ അല്ലെങ്കിൽ ഈ മൂവ്മെന്റിനോട് ചേർന്ന് കഴിഞ്ഞാൽ ടിപ്പർ ലോറിയോ മറ്റോ വന്ന് ഞങ്ങളെയും കൊണ്ട് പോകും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരു കാര്യം പറയാം, ആ ടിപ്പർ ലോറിയെ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇതിന്റെ നേതാക്കന്മാരൊക്കെ പ്രത്യേകിച്ചും വെള്ളാപ്പള്ളിയുടെ തട്ടകത്തിൽ നിന്ന് തന്നെ, പ്രത്യേകിച്ചും നാളെ രാവിലെ 10 മണിക്ക് ചേർത്തല SNDP ഓഫീസിൽ നിരവധിയായ കൂടുതൽ കാര്യങ്ങൾ രാജീവ് സാർ പറയുമെങ്കിലും നിരവധിയായ ആളുകളെ കടക്കിണിയിലാക്കിയ, വീട് ജപ്തിയിലാക്കിയ ഒരു സ്വാശ്രയ ഗ്രൂപ്പ് SNDP യൂണിയന്റെ ഓഫീസിലേക്ക് നാളെ രാവിലെ മാർച്ച് നടത്തുകയാണ്. പക്ഷേ ആ തട്ടകത്തിൽ നിന്ന് പണിയെടുക്കുന്ന ആളുകൾക്ക് ഒരു ടിപ്പർ ലോറിയും മറ്റൊരു വണ്ടിയും വന്നില്ല, വരികയുമില്ല. കാരണം അതിനകത്ത് പ്രധാനപ്പെട്ടൊരു കാര്യമുള്ളത്, കഴിഞ്ഞ കാലം ഉദ്ഘാടനം ചെയ്യാൻ ചേർന്നിട്ടുള്ള ചന്ദ്രസേന സാർ, രാജീവ് സാർ, അതുപോലെ തന്നെ നമ്മുടെ സ്വാഗത പ്രാസംഗികൻ രാജപ്പൻ ചേട്ടൻ, റാം ചേട്ടൻ, അതുപോലെ തന്നെ ശ്രീ ദിലീപ്, മറ്റ് വേദിയിൽ സദസ്സിൽ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, നമ്മളിവിടെ ഈ യോഗം വിളിച്ചു കൂട്ടിയത് തന്നെ വൈകിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഏതാണ്ട് 5 വർഷക്കാലമായി നമ്മുടെ SNDP സംരക്ഷണ സമിതിയുടെ പ്രവർത്തനം നടത്തി വരികയാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നിട്ടുള്ളത്
വെള്ളാപ്പള്ളി നടേശന്റെ മസിൽ പവറും മണി പവറിന്റെ സാന്നിധ്യത്തിലാണ് നമുക്ക് മുന്നോട്ട് കടന്നു പോകാൻ കഴിയാതെ. പിന്നെ നമുക്ക് കുറച്ച് ചുവട് വെക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സമയമെന്ന് പറഞ്ഞാൽ അത് വിശദമായി ചന്ദ്രസേന സാർ സംസാരിക്കും. കോടതിയിലുള്ള നമുക്ക് മുഴുവൻ പേർക്ക് SNDPയിലുള്ള മുഴുവൻ പേർക്ക് വോട്ടവകാശം എന്ന ഒരു വിധി ഹൈക്കോടതിയിലൂടെ വർഷങ്ങളുടെ പോരാട്ടം നടത്തി ചന്ദ്രസേന സാറും നമ്മുടെ സംഘടനയും നേടിയെടുത്തതാണ്. ആ വിധി നേടിയതിന് ശേഷമാണ് നമ്മുടെ സംഘടനയ്ക്ക് ഒരു ഊർജം പകരുവാൻ കാരണം. തുടർന്ന് വന്ന ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പും നമുക്കതിനൊരു ഘടകമായി എന്ന് വേണം കരുതാൻ. കാരണം 2016 നമ്മുടെ ഗുരുദേവനിരുന്ന കസേര അടക്കം ജപ്തി ചെയ്തിട്ടിരിക്കുകയാണ്. നമ്മുടെ ആസ്ഥാന മന്ദിരം ജപ്തി ചെയ്തിരിക്കുകയാണ്. കാരണം താഴെത്തട്ടിലുള്ള നമ്മുടെ ശാഖായോഗം പ്രവർത്തകർക്കോ